അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ അസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. സഹോദരന്മാരെ, സുഹൃത്തുക്കളെ, നമ്മുടെ ലൈഫ് ലീഡർഷിപ്പ് കോച്ചിങ്ങിൻ്റെ ആദ്യത്തെ രണ്ടാഴ്ചത്തെ ക്ലാസ് ഫ്രീ ആയിട്ട് നമ്മൾ ആർക്കും ലോഗ് ഓൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ സൂം ലിങ്ക് വിട്ട് നടത്തിയതാണ്. ഇതിൽ നാലാമത്തെ ക്ലാസ് കഴിഞ്ഞപ്പോൾ വിധിവിശ്വാസം ശരിയായ രീതിയിൽ നമ്മൾ മനസ്സിലാക്കാത്തത് കൊണ്ട് നമ്മളെ മനസ്സിൽ വരുന്ന ആത്മീയ ബ്ലോക്കുകൾ അത് വിശദീകരിച്ചപ്പം അൽഹംദുലില്ലാ ആളുകൾക്ക് വളരെ ഉപകാരപ്പെട്ടു എന്ന് പറഞ്ഞുകൊണ്ട് ആളുകൾ മെസ്സേജ് അയച്ചിരുന്നു. അതിൽ ചില ചോദ്യങ്ങൾ വന്നിരുന്നു. അപ്പോൾ ആ ചോദ്യത്തിനുള്ള മറുപടിയും കൂടി ഞാൻ വീഡിയോ ആക്കിയിട്ട് പ്രസൻറ്റ് ചെയ്യാം എന്നോർത്തിട്ടാണ്. പരിശുദ്ധ ഖുർആനിലെ 50-ാമത്തെ സൂറത്തിൽ 27 അള്ളാഹ് പറയുന്നു, കാല കരീനുഹു, ഓരോ മനുഷ്യൻ്റെ കൂടെ ഉണ്ടാകുന്ന ജിന്നിൽപ്പെട്ട ഒരു കരീൻ, ശൈത്താൻ ജിന്ന് വർഗത്തിൽപ്പെട്ട ഒരു കരീൻ ഓരോ മനുഷ്യൻ്റെ കൂടെ ഉണ്ടാകും. റസൂൽ പഠിപ്പിച്ചതാണ്. അങ്ങനെ ഓരോ മനുഷ്യൻ്റെയും അല്ലെങ്കിൽ അവൻ്റെ കരീൻ പറയുന്നു, റബ്ബന മാ അത്ഗൈതഹു, ഞാൻ അവനെ വഴി തെറ്റിച്ചിട്ടില്ല. വലാക്കിൻ, എന്നിരുന്നാൽ കാനഫി ലലാലിൻ ബഈദ്, അവൻ തന്നെ വിദൂരമായ ദുർമാർഗത്തിലായിരുന്നു എന്നത് കരീൻ പറയുന്നു. ഇതിൽ ചോദ്യം ചോദിച്ച കുട്ടി ചോദിച്ചത്, അത് കരീൻ കളവ് പറയുകയായിരുന്നു, ഉത്തരവാദിത്വം ഒഴിവാക്കാൻ വേണ്ടി പറയുകയാണെന്നാണ്. അത് ശരിയാണല്ലേ? നമ്മുടെ ചെയ്യുന്ന തെറ്റുകളുടെ പൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണല്ലേ? ശരിയാണ്. നമ്മൾ ചെയ്യുന്ന തെറ്റുകളുടെ പരിപൂർണ്ണ ഉത്തരവാദിത്വം നമുക്കാണ്. ഇതിൽ ശൈത്താൻ അപ്പോൾ നമ്മളെ വഴി പഴപ്പിക്കൂലേ? പഴപ്പിക്കും. പക്ഷെ പഴപ്പിക്കാൻ മാത്രം പഴച്ചവരെ വഴി പഴപ്പിക്കൂ. ശൈത്താന്മാർക്ക് പഴപ്പിക്കാൻ മാത്രം പഴവുള്ളവരെ ആണ് ശൈത്താന്മാർ വഴി പഴപ്പിക്കുള്ളൂ. ദാറ്റ് മീൻസ്, ഞാൻ മുമ്പേ പറയാറുണ്ട്, പല സ്പീച്ചിൽ പറഞ്ഞിട്ടാണ്, ഇന്ന കൈത ശൈത്താനി കാന ലൈഫ, ശൈത്താൻ്റെ തന്ത്രം ലൈഫാണ്, വളരെ ഫീബിളാണ്, വീക്കാണെന്ന് ഉള്ള ഒരു സ്ഥലത്ത് പറയുന്നു. അപ്പോൾ ഇന്ന കൈത ശൈത്താനി, കൈത മീൻസ് തന്ത്രം, കാന ലൈഫ, ശൈത്താൻ്റെ തന്ത്രങ്ങൾ വളരെ ഫീബിളാണ്, വീക്കാണെന്ന്. മറ്റൊരു സ്ഥലത്ത് പറയുന്നു, യൂസുഫ് നബി അലൈഹി സ്വലാമിനെ സെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്, പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട്, നീചവൃത്തിക്ക് പ്രേരിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ത്രീ ശ്രമിച്ച സന്ദർഭം നിങ്ങൾക്കറിയാലോ. അവിടെ ഖുർആനിൽ പറയുന്നു, ഇന്ന കൈത കുന്ന അലീം, അവരുടെ തന്ത്രം, സ്ത്രീകളുടെ തന്ത്രം അലീമാണ്, മഹത്തരമാണ്, ഗൗരവമുള്ളതാണ്, വലിയതാണ്. അവിടെ കൈത് തന്ത്രം എന്നാണ് ഉപയോഗിച്ചത്. ശൈത്താനെ കുറിച്ച് പറഞ്ഞപ്പോൾ തന്ത്രം ലൈഫ് എന്ന് പറഞ്ഞു. ഈ ലൈഫിൻ്റെ ഓപ്പോസിറ്റാണ് അലീം. അപ്പോൾ ഈ സ്ത്രീകളുടെ തന്ത്രം അലീമാണ്. ഇതുകൊണ്ട് തമാശ പറയാറുണ്ട് ആളുകൾ, ശൈത്താൻ്റെ തന്ത്രം വീക്കാണ്, ശൈത്താന്മാരുടെ വലിയ ശൈത്താനാണ് സ്ത്രീകൾ. ഒരു തമാശയായിട്ട് ഒരു ഹൈദരാബാദിയൊക്കെ എന്നോട് പറഞ്ഞതാണ് ഞാൻ ഓർക്കുന്നത്. എനിവേ, അപ്പോൾ സ്ത്രീകളുടെ തന്ത്രം അലീമാണ്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹ് ഖുർആനിൽ പറയുന്നു, ഫുജാഉ ബിസിഹ്രിൻ അലീം, അവർ ഫിർഔന്റെ മന്ത്രവാദികൾ മൂസാ നബിയുടെ മുമ്പിൽ വലിയൊരു അലീമായ സിഹ്റും കൊണ്ടാണ് വന്നത്. അറിയാലോ, കയറ് നിലത്തിട്ട് പാമ്പായി കാണിക്കപ്പെടുകയും ഒക്കെ ഉണ്ടായത്. അപ്പോൾ എന്താ പറഞ്ഞത്, ഫുജാഉ ബി സിഹ്റിൻ അലീം, അപ്പോൾ സിഹ്ർ അലീമായ സിഹ്റും കൊണ്ടുവന്നു എന്നാണ്. മറ്റൊരു സ്ഥലത്ത് അള്ളാഹ് ഖുർആനിൽ പറയുന്നു, ഇന്ന ശിർക്ക് ലദുൽമുൻ അലീം, ഷിർക്ക് അലീമായ ദുൽമാണ്, പാപമാണ്. അപ്പോൾ ഈ അലീമായ പാപത്തെക്കുറിച്ച്, അലീമായ വ്യഭിചാരം, അലീമായ ഷിർക്ക്, അലീമായ സിഹ്റിനൊക്കെ കുറിച്ച് പറഞ്ഞപ്പോൾ അവിടെ അള്ളാഹു അലീം എന്നും ഉപയോഗിച്ചു. അതേസമയത്ത് ശൈത്താൻ്റെ തന്ത്രം, ഈ ഷിർക്കും ഈ വ്യഭിചാരവും ഈ ഷിർക്കും സിഹറും വ്യഭിചാരമൊക്കെ ചെയ്യിപ്പിക്കുന്ന, മനുഷ്യരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്ന ഈ ശൈത്താൻ്റെ തന്ത്രം ശരിക്ക് ലൈഫാണെന്ന് പറഞ്ഞു. അപ്പോൾ നോക്കുങ്ങൾ, അപ്പോൾ ശൈത്താൻ്റെ സാക്ഷാൽ തന്ത്രം ലൈഫാണ്. എന്നാൽ മനുഷ്യന്മാർ ഈ ശൈത്താന്മാരുടെ പ്രേരണയ്ക്ക് വശംവരതരായിക്കൊണ്ട് ഈ ഷിർക്കും വ്യഭിചാരവും സിഹറും ഒക്കെ ചെയ്യുമ്പോൾ അവരത് അലീമായിട്ട് ഉള്ള സംഗതിയാണ് വരുന്നത്. ചുരുക്കി പറഞ്ഞാൽ, വളരെ ലൈഫായ വീക്കായ ശൈത്താൻ്റെ തന്ത്രം അലീമായ രീതിയിൽ നടപ്പാക്കുവാൻ മാത്രം മനുഷ്യൻ്റെ നഫ്സ് വീക്കാണെങ്കിൽ പിന്നെ ശൈത്താനെ പറഞ്ഞിട്ട് എന്താ കാര്യം? ഐഡിയ മനസ്സിലായോ? ശൈത്താൻ്റെ ലൈഫായ തന്ത്രം മനുഷ്യന്മാരിൽ അലീമായി നടത്തപ്പെടുവാൻ മാത്രം മനുഷ്യൻ്റെ നഫ്സ്, ആത്മാവ് വീക്കാണെങ്കിൽ, ലൈഫാണെങ്കിൽ പിന്നെ ശൈത്താൻ്റെ തന്ത്രത്തെക്കുറിച്ച് പറഞ്ഞിട്ട് എന്താ കാര്യം? അൾട്ടിമേറ്റ്ലി നമ്മൾ ചെയ്യുന്ന മിസ്റ്റേക്കുകളുടെ ഉത്തരവാദിത്വം നമുക്കാണ്, ശൈത്താന്മാർക്കല്ല. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് വിഷയങ്ങൾ പറയാനുണ്ട്. ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളൊരു ഇവിടെ പ്രേരണ ആർക്ക് എന്നതിനല്ല, ആരുടെ പ്രേരണയാൽ ചെയ്തു അവനല്ല കുറ്റം പോകുന്നത്, ചെയ്തവനാണ് കുറ്റം പോകുന്നത്. പറഞ്ഞു മനസ്സിലല്ലേ? കാരണം ആരുടെ പ്രേരണ, അത് അവൻ്റെ ഏർപ്പാടാണ്, അവനുള്ള ഹിസാബ് വേറെയുണ്ട്. പക്ഷേ ഇവനെ ഈ ചെയ്യിപ്പിച്ചതിൻ്റെ
പൂർണ്ണ ഉത്തരവാദിത്വം ഈ മനുഷ്യനാണ്. ഇതുകൊണ്ടാണ് റബ്ബന ആത്തിന ഫിദ്ദുനിയ റബ്ബന ളറംന അൻഫുസന ആദം നബി പറഞ്ഞു റബ്ബന ളറംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ. ആദം നബി എന്ത് ചെയ്തു? എക്സ്ക്യൂസ് ഒന്നും പറഞ്ഞില്ലല്ലോ. ഷെയ്ത്താൻ എന്നെ അല്ലേ ഫഅസല്ലഹു ഷൈത്താനെന്ന്, ഷെയ്ത്താൻ വഴി കഴിപ്പിച്ചു എന്ന് തന്നെ അവിടെ പറയുന്നു. ഫഅസല്ലഹു ഷൈത്താൻ, ഷെയ്ത്താനാണ് വഴി കഴിപ്പിച്ചു. പക്ഷേ ആദം നബി എന്ത് ചെയ്തു? റബ്ബന ളറംന അൻഫുസന വഇല്ലം തഗ്ഫിർ ലനാ വതർഹംന. അപ്പോൾ പിന്നെ ആദം നബി ആ പരിപൂർണമായ അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റു പറയുകയാണ് ചെയ്തത്. അതുകൊണ്ട് ഈ പരിശുദ്ധ ഈ സൂറത്തിൽ പറഞ്ഞത് ഈ ചോദ്യകർത്താവ് മനസ്സിലാക്കിയതുപോലെ പരിപൂർണമായിട്ട് നമ്മളെ തെറ്റ്, ആ തെറ്റിൻ്റെ ഉത്തരവാദിത്വം നമുക്കാണ്. അത് ഷെയ്ത്താൻ്റെ പ്രേരണയാണെങ്കിലും, കാരണം ഷെയ്ത്താൻ്റെ പ്രേരണയാവട്ടെ, ഷെയ്ത്താൻ്റെ ഉപദ്രവമാവട്ടെ, എന്ത് രീതിയിലായിക്കോട്ടെ, അത് പ്രവർത്തിക്കുവാൻ മാത്രം നമ്മൾ വീക്കാകുമ്പോഴാണ് അത് പ്രവർത്തിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയാറുള്ളത്, ബാധയെക്കുറിച്ചൊക്കെ നമ്മൾ പറയാറുണ്ട്, അവർക്ക് ദേ ഡു നോട്ട് ഹാവ് ദ പവർ മോർ ദാൻ വാട്ട് യു ഗിവ് ടു ദം. നമ്മൾ അവർക്ക് വകവെച്ച് കൊടുക്കുന്നതിനേക്കാൾ പവർ അവർക്കില്ല. അതെന്താ? നമ്മൾ അവർക്ക് വകവെച്ച് കൊടുക്കുന്നത്, നമ്മളവർ പവർഫുൾ ആണെന്ന് വിശ്വസിക്കുകയും അവരെ ഭയപ്പെടുകയും ചെയ്യുമ്പോൾ, അപ്പോഴാണ് വാസ്തവത്തിൽ അവർക്ക് നമ്മളിൽ അതോറിറ്റി ഉണ്ടാകുന്നത്. മനസ്സിലല്ലേ? ഈ പിന്നെ ശൈത്താന്മാരുടെ അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് വിശദമായിട്ട് നമ്മൾ മുമ്പ് സംസാരിച്ചിട്ട് ആവശ്യം വന്നാൽ ഇനിയും സംസാരിക്കാം. ഏതായിരുന്നാലും ഇൻഷാ അല്ലാഹ് ഈ ഒന്നാമത്തെ ചോദ്യത്തിൻ്റെ ഉത്തരം നമ്മൾ അങ്ങനെയാണ് വിശദീകരിക്കുന്നത്.